മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ടോട്ടനം പ്രിവ്യൂ ആണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുറച്ച് സീസണുകൾക്ക് മുമ്പ് ടോപ്പ് 4ലും ടോപ്പ് 6ലും നിന്നിരുന്ന രണ്ട് ടീമുകൾ ഇപ്പോൾ 13ാം സ്ഥാനത്തും 14ാം സ്ഥാനത്തും ആണെന്നുള്ളത് വളരെ വളരെ വേദനയോടെയാണ് നോക്കിക്കാണുന്നത്. എന്തായാലും ഇരു ടീമുകൾക്കും വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മത്സരമാണ് സൺഡേ നടക്കാൻ പോകുന്നത്. ഇപ്പൊ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 11 ആൾക്കാർ ഇഞ്ചുറി ആയി പുറത്താണ്. പാഞ്ച് പോസ്റ്റക്കോഗ്ലു പറയുന്നത് ഗോൾ കീപ്പറായിട്ടുള്ള വികാരിയോ അവൈലബിൾ ആണ്, പുള്ളി ടീമിലേക്ക് തിരിച്ചു വരാൻ കാത്തിരിക്കുന്നു. ഉഡോജി അവൈലബിൾ ആണ്, മാഡിസൺ ഈസ് ഫിറ്റ്. ഈ 3 പ്ലേയേഴ്സ് ഫസ്റ്റ് ടീമിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. നമുക്കറിയാം ഈ ഡിഫൻസിൽ വളരെയധികം വീക്ക്നെസ് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് സ്പേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട്. 2 ഡൊമസ്റ്റിക് കപ്പിൽ നിന്ന് സ്പേഴ്സ് പുറത്തുപോയി. EFL കപ്പിൽ ലിവർപൂളിനെതിരെ പരാജയപ്പെട്ട് പുറത്തുപോയി. അതിനുശേഷം FA കപ്പിൽ ആസ്റ്റൺ വില്ലക്കെതിരെ പരാജയം. അപ്പോൾ തിരിച്ചു വരേണ്ടത് സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ആൻഡ് പോസ്റ്റക്കോഗ്ലു പുറത്തേക്ക് പോകുന്നു എന്നുള്ളൊരു റൂമർ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം EPL ഒന്നും നേടാൻ പോകുന്നില്ല, ഡൊമസ്റ്റിക് കപ്പിൽ നിന്ന് 2 പുറത്തുപോയി. ഇനി യൂറോപ്പ ലീഗ് മാത്രമേ പുള്ളിയുടെ കയ്യിലുള്ളൂ. അതിലും കൂടെ പരാജയം ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പോസ്റ്റക്കോഗ്ലുവിനെ പറഞ്ഞു വിടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇനി ആകെയുള്ള ഒരു കപ്പ് കോമ്പറ്റീഷൻ അത് മാത്രമാണ്. എന്നാൽ നമുക്കറിയാം യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ 1-2 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ FA കപ്പിൽ ആ ഒരു മഗ്വയറിന്റെ അവസാന നിമിഷ ഗോള് ഒരു നല്ല വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ക്രിസ്റ്റൽ പാലസിനെതിരെ 2-0 പരാജയം. ഇങ്ങനെ ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ മാച്ചിൽ കോബി മൈനോനെ ലെഫ്റ്റിൽ കളിപ്പിച്ചു. ഡാലോട്ട് ഇപ്പോഴും റൈറ്റ് വിങ് കളിക്കുന്നുണ്ട്. പിന്നെ പുതുതായി സൈൻ ചെയ്തിട്ടുള്ള പാട്രിക് ഡോർഗുവിനെ ഒരു ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിച്ചൊക്കെ നമ്മൾ കണ്ടു. പുള്ളിക്ക് നാച്ചുറൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള പൊസിഷൻ കൊടുക്കുമോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുള്ളി കംഫർട്ടബിൾ അല്ലേ, ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ആയിട്ടില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. പിന്നെ ഡാലോയുടെ കാര്യം നമ്മൾ പറയണം. പുള്ളിയുടെ വളരെ മോശപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ 1-2 മത്സരങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇത് ചിലപ്പോൾ യുണൈറ്റഡിന്റെ റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കമന്റും ഉണ്ട്. ഇപ്പൊ അമാദിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ട് എത്ര കാലം മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം പല സൈഡിൽ നിന്ന് വരുന്നുണ്ട്. കാരണം പുള്ളിയാണ് കുറച്ചുകൂടി റൈറ്റ് വിങ്ങിന് ട്രൈ ചെയ്യുന്നത്. ഒഫൻസിൽ ഇപ്പോൾ ഹോയ്ബർഗ് ആയാലും മറ്റ് പ്ലേയേഴ്സ് ആയാലും വേണ്ട രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനവും നമ്മൾ കേൾക്കുന്നുണ്ട്. മിഡ്ഫീൽഡിൽ 1-2 നല്ല പെർഫോമൻസുകൾ നമ്മൾ കണ്ടു. പക്ഷേ അവിടെയും ഇൻകൺസിസ്റ്റൻസി ഒരു പ്രശ്നം തന്നെയാണ്. ഡിഫൻസിൽ വൾണറബിലിറ്റീസ് ഉണ്ട്. നമുക്കറിയാം ഒനാന സൈഡിൽ നിന്ന് ചില മിസ്റ്റേക്സുകളൊക്കെ വരുന്നുണ്ട്. ഡിഫൻസിൽ യങ്സ്റ്റേഴ്സ് ഒക്കെയാണ് കളിക്കുന്നത്. കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ടുവരേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ചേഞ്ച് തന്നെയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പേഴ്സിന് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. കാരണം 2 മത്സരങ്ങൾ സമനിലയിൽ പോയി. 3 മാച്ചിൽ സ്പേഴ്സ് ആണ് യുണൈറ്റഡിനെതിരെ വിജയിച്ചിട്ടുള്ളത്. അത് EFL കപ്പിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ന് കൂട്ടി വായിക്കണം. അപ്പോൾ ആ ഒരു പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഒഫൻസീവ് ലൈനപ്പിൽ മാത്യു സ്റ്റെല്ല് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലൊക്കെ പുള്ളി കാല് പിടിച്ച് പറയുന്നുണ്ട് എല്ലാവരോടും മുമ്പോട്ട് വാ, അറ്റാക്കിലേക്ക് വാ. പക്ഷെ ഒരുത്തനും ആ ഒരു സെൻട്രൽ ലൈന് കടന്നിട്ട് മുമ്പോട്ട് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ മിഡ്ഫീൽഡാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ബെൻടങ്കറും സാറൊക്കെ അടങ്ങുന്ന മിഡ്ഫീൽഡ് നല്ല രീതിയിൽ കളിക്കുന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മിഡ്ഫീൽഡ് ബാറ്റിൽ യുണൈറ്റഡ് വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നല്ല ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. മാത്യു സ്റ്റെല്ല് ഈ മത്സരത്തിലും ഒരു സ്ട്രൈക്കറായിട്ട് ഇറങ്ങട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. കാരണം പുള്ളിയെ ലെഫ്റ്റ് വിങ് കളിപ്പിച്ചിട്ട് പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവസാനം സ്ട്രൈക്കറായിട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് പുള്ളി 90 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഗോളൊക്കെ അടിക്കുന്നത്. ഇപ്പൊ സോണ ആയാലും പുള്ളിയുടെ നാച്ചുറൽ പൊസിഷനിൽ കളിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. റൈറ്റ് വിങ്ങിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുളസസ്കി നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഫോമിലേക്ക് വരുന്നില്ല. പുള്ളി ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കളിക്കും, ചില മത്സരത്തിൽ മോശം പെർഫോമൻസ് ആയിരിക്കും. ഓവർ ഡ്രിബിളൊക്കെ ചെയ്ത് ഒരുപാട് ബോളുകൾ ഫൈനൽ തേർഡിൽ ലൂസ് ചെയ്യുന്ന കുളസസ്കിയെ നമ്മൾ കാണാറുണ്ട്. എന്തായാലും 2 ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിസൾട്ട് നിർണായകമാണ്. കാരണം ഇവിടുന്ന് തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ റെലിഗേഷൻ ഫൈറ്റിലേക്കൊക്കെ പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്.
നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.